Good thing. Sethu Lakshmi Bhai എന്ന് പറയുന്ന മഹാറാണിയുടെ ബേസ് ചെയ്തിട്ടുള്ള ഈ പുസ്തകം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. Even though it's a history of Travancore or more or less a history of Kerala, basically the thrust is on Sethu Lakshmi Bhai and her role. ഈ Sethu Lakshmi Bhai ഒന്ന് introduce ചെയ്യാവോ? How she was? So she was born in Mavelikara as Raja Ravi Varma's granddaughter, adopted into the royal family at the age of 5. And അന്നേ senior റാണിയാണ്. അതിന്റെ അർത്ഥം തിരുവിതാംകൂറിലെ മഹാറാണിയാണ്. So when this 5-year-old girl walks into a room, everyone stands up and bows. സ്വന്തം അച്ഛൻ പോലും മകളെ സേതുക്കുട്ടി എന്ന് വിളിച്ച ആള്, he has to call her your highness because she's no longer his daughter, she's his queen. ഭർത്താവ് കല്യാണം കഴിച്ചപ്പം അവരെ ഒരു ബാൽക്കണി കൊണ്ടുപോയി ഒരു 2 കുട്ടികളെ കാണിച്ചു, ആൺകുട്ടികളെ കാണിച്ചിട്ട് പറഞ്ഞു, ചൂസ് ദ വൺ യു വോണ്ട്. കാരണം രാജകുടുംബത്തിൽ ജാതകമൊന്നും നോക്കുന്നില്ല. റാണിക്ക് ഇഷ്ടപ്പെട്ട ഈ ബ്രാഹ്മണരുടെ ജോലിയാണ് ജാതകം ശരിയാക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്ത് മന്ത്രവും കൂടോത്രവും ഒക്കെ ചെയ്ത് അതിനെ ശരിയാക്കണം. സോ ഷീ ദെൻ ഗോട്ട് മാരി ചെയ്ത് കഴിഞ്ഞിട്ടും ഹസ്ബൻഡിനും സ്ഥാനമില്ല. ഫോർ എക്സാമ്പിൾ, ഹസ്ബൻഡ് ഇസ് നോട്ട് സപ്പോസ് ടു സിറ്റ് ഇൻ ദ പ്രസൻസ് ഓഫ് ഹിസ് വൈഫ്. ഇഫ് ദേ ഗോ ഔട്ട് ഡ്രൈവിംഗ്, ഹസ്ബൻഡിന് കാറിൽ ഒരേ കാറിൽ പോകാൻ പറ്റില്ല, പുറകെ വേറെ ഒരു ചെറിയ കാറിൽ പോകണം. കൊട്ടാരത്തിൽ ഒരേ ബിൽഡിംഗിൽ താമസിക്കാൻ പറ്റില്ല. ഹി ഹാസ് ടു ലിവ് ഇൻ എ ഡിഫറെന്റ് ബിൽഡിംഗ്. ഭാര്യ ബെഡ്റൂമിലേക്ക് വിളിച്ചാലേ വരാൻ പറ്റുള്ളൂ. അതും ഈ ജാതകക്കാരൊക്കെ നോക്കി ഏത് സമയമാണ് നല്ലത്, ആൺകുട്ടി പെറുക്കാൻ ഏത് സമയത്തെ ബെഡ്റൂമിൽ പോകാൻ പാടുള്ളൂ, ഇതൊക്കെ നോക്കിയിട്ടാണ് ഇവര്. സോ ഷി ലിവ്ഡ് ഇൻ എൻ എൻവയൺമെന്റ് ലൈക്ക് ദാറ്റ്. എവറിഥിങ് വാസ് പ്രോട്ടോകോൾ. ഒരു വാക്ക് എടുക്കാൻ പോകണമെങ്കിൽ പട്ടക്കാരെന്ന് പറഞ്ഞ ഈ റോയൽ ഹൗസ് ഹോൾഡ് ഗാർഡ്സ് ഉണ്ട്. അപ്പൊ ഈ ഗാർഡ്സ് നമ്മൾ നടക്കുമ്പോൾ മുമ്പ് 2 പേര് കാണും, ഇപ്പുറത്തും അപ്പുറത്തും 2, പുറയിൽ 2. സോ ഇഫ് യു വോണ്ട് ടു ഗോ ഫോർ എ വാക്ക്, യു ഹാവ് 8 ഗാർഡ്സ് അറൌണ്ട് യു. പിന്നെ ഒരു 10 വേലക്കാരും കൂടെ വരും, കൊടയൊക്കെ പിടിച്ചോണ്ട്. സോ ഈവൻ ഫോർ എ കാഷ്വൽ വാക്ക് ഇൻ ദ ഗാർഡൻ, ഈ റാണിക്ക് ഇറങ്ങണമെങ്കിൽ ഒരു 10-16 ആൾക്കാർ പുറകെ ഇങ്ങനെ നടന്നുകൊണ്ട് പോകും. ഓരോ വാക്കും അടിയൻ കൽപ്പിച്ചു എന്നൊക്കെ, അങ്ങനത്തെ ഒരു എൻവയൺമെന്റിലാണ് ഇവര് വളർന്നത്. ആൻഡ് ദെൻ ബൈ ദ ടൈം ഷീ വാസ് 15, ഷീ സ്റ്റാർട്ടഡ് സ്റ്റാൻഡിങ് അപ്പ് ടു എ ലോട്ട് ഓഫ് കറപ്റ്റ് ആക്ടിവിറ്റീസ് അറ്റ് കോർട്ട്. ഇപ്പൊ ഏത് ഗവൺമെന്റിനെ പോലെ അഴിമതി, അതിൻ്റെതായ പവർ റിലേറ്റഡ് കറപ്ഷൻസ് ട്രാവൻകോർ ഈ റോയൽ ഫാമിലിയിലും ഉണ്ടായിരുന്നു. ഷീ സ്റ്റാർട്ടഡ് സ്റ്റാൻഡിങ് അപ്പ് ടു ഇറ്റ്. പിന്നെ ഷീ വാസ് ദ പോപ്പുലർ വൺ. പക്ഷെ ആൺകുട്ടി ജനിച്ചില്ല. ഷീ ഓൺലി ഹാഡ് 2 daughters. മരുമക്കത്തായതുകൊണ്ട് ഡോട്ടേഴ്സിന് സ്ഥാനമുണ്ട്. പക്ഷെ അടുത്ത രാജാവ് വാസ് നോട്ട് ഹേഴ്സ്, ഇറ്റ് വാസ് ഹർ റൈവൽ, ദ ജൂനിയർ റാണീസ് സൺ ഹു ബിക്കേം ദ കിങ്. 30 വയസ്സായപ്പോഴേക്കും ഭരണം തുടങ്ങി. ആൻഡ് ബൈ ദ ടൈം ഷീ വാസ് 40, ഭരണം എൻഡ് ചെയ്ത് ഷീ വാസ് കാസ്റ്റ് അസൈഡ് ബിക്കോസ് ഷീ ഡിഡ് നോട്ട് പ്രൊമോട്ട് ദ നായേഴ്സ്. നായന്മാരായിരുന്നു അന്നത്തെ വലിയ ഒരു കമ്മ്യൂണിറ്റി. പക്ഷെ 1920s വാസ് എ ബിഗ് എക്കണോമിക് ബൂം. ആ സമയത്ത് ഷീ പ്രൊമോട്ടഡ് ദ ഈഴവാസ് ആൻഡ് ദ സിറിയൻ ക്രിസ്ത്യൻസ് ബിക്കോസ് ദേ വർ എ ബിസിനസ് കമ്മ്യൂണിറ്റി. ആൻഡ് ഒരു ബിസിനസ് കമ്മ്യൂണിറ്റി അറ്റ് എ ടൈം ഓഫ് എക്കണോമിക് ബൂം, she saw that they have real potential to increase the revenues, to contribute something to the state. നായന്മാരുടെ സ്റ്റേറ്റസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു because they were focused on land ownership. ലാൻഡുമായിട്ട് വലിയ അർത്ഥമൊന്നും 1920s ഇല്ലായിരുന്നു. So she backed the wrong horse. അതും ഒരു കുഴപ്പമായി. 40 ആയപ്പോഴേക്കും നായന്മാരുടെ ബാക്ക്ലാഷ് വന്ന് they supported the junior Rani and the next രാജ. അപ്പൊ ഇവരെ അങ്ങ് കംപ്ലീറ്റ്ലി സൈഡ് ലൈൻ ചെയ്തു. 50s ആയപ്പോഴേക്കും രാജ്യമേ ഇല്ലാതായി. 60th ബർത്ത്ഡേ കഴിഞ്ഞപ്പോഴേക്കും കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് കേരളത്തിൽ ഇലക്ട് ആയി. അവരുടെ സ്വന്തം കൊട്ടാരത്തിൽ ഈ പറഞ്ഞ ഇങ്ങനെ അടിയൻ എന്ന് പറഞ്ഞ് നടന്ന വേലക്കാരെല്ലാം യൂണിയൻ ഉണ്ടാക്കി സ്ലോഗൻ വിളി തുടങ്ങി. കൊട്ടാരത്തിന്റെ മേളിലുള്ള ട്രാവൻകോർ ഫ്ലാഗ് മാറ്റി കമ്മ്യൂണിസ്റ്റ് ഫ്ലാഗ് ആക്കി. അപ്പോൾ ഒരു 62 years ആയപ്പോഴേക്കും കൊട്ടാരമേ കംപ്ലീറ്റ്ലി വിട്ടിട്ട് ബാംഗ്ലൂരിലേക്ക് പോയി. At the age of just before 90, she died as a complete nobody over there. ഒരു പബ്ലിക് ഇലക്ട്രിക് ക്രെമറ്റോറിയത്തിൽ ഇങ്ങനെ ഒരു ക്യൂ ഓഫ് ബോഡീസിൽ ആരും അറിയാതെ ഫാമിലി മെമ്പേഴ്സ് മാത്രം ചുറ്റും നിന്ന് ആണ് മരിച്ചത്. സാധാരണ ഒരു റോയൽ ഫാമിലിയിലെ മെമ്പർ അന്നൊക്കെ മരിക്കുമ്പം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് വിളക്ക് കൊണ്ടുവരും, പട്ടിടും, ഗൺ സല്യൂട്ട്, 21 ഗൺ സല്യൂട്ട് കാണും. അങ്ങനത്തെ ഒരു വലിയൊരു ചടങ്ങായിരുന്നു. ഷീ ഹാഡ് നൺ ഓഫ് ഇറ്റ്. ഷീ ഡൈഡ് ആസ് എ കംപ്ലീറ്റ് നോബഡി ആൻഡ് ഷീ അക്സെപ്റ്റഡ് ഇറ്റ് വിത്ത് ഗ്രേറ്റ് ഗ്രേസ് ബിക്കോസ് ഹെർ ഓൺ ലെറ്റേഴ്സ്, പണ്ട് ഹെർ ടൈറ്റിൽ വാസ് Her Highness Shri Padmanabha Sevani Vanchi Dharma Vardhini Rajarajeshwari Maharani Sethu Lakshmi Bhai Pooradam Dirnal Achingal Mootadamburan. ഇത്രയായിരുന്നു ഒരു പേര്. She personally started signing her papers as Srimati Sethu Lakshmi Bhai because she accepted that she was a nobody. Independence വന്നു, ജനാധിപത്യം വന്നു. So she said, I have no place in this. സ്വന്തം കൊട്ടാരം വരെ ഓരോന്നായിട്ട് her summer palace became the agriculture university. അവര് ഭരിച്ചിരുന്ന കൊട്ടാരം ഇപ്പം ശ്രീ ചിത്ര മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. She gave it for a medical research facility. ഓരോന്നായിട്ട് സ്വന്തം സ്വത്തുക്കൾ എല്ലാം പറഞ്ഞ് കൊടുത്തിട്ട് someone, when she was about 80 years old, someone came to see her. അപ്പൊ ആ സമയത്ത് ബാംഗ്ലൂരിലെ ലാൻഡ് സീലിംഗ് ആക്ട് വന്നിട്ട് everyone was allowed to own only 15,000 square feet of land. അപ്പൊ അവര് താമസിച്ചിരുന്ന വീടിനകത്ത് the garden was fairly large. അതുവരെ she had to divide among family members and give it to them. So someone came to her and she said,
Once I had a kingdom, but that is gone. Then I thought I had a palace, but that is gone too. Then I thought I had this house, but now I can only say I have this room. Because ഒന്നുമില്ലാതെ ആകെ ഒരു കട്ടിലും അതിന്റെ അടിയിൽ ഒരു മെറ്റൽ ട്രങ്കിനകത്ത് കുറെ കടലാസും ആയിട്ടാണ് ഒടുവിൽ മരിച്ചത്. സോ ഐ സോ ഇറ്റ് ആസ് എ ഫാസിനേറ്റിംഗ് ആർക്ക്. 5 വയസ്സിൽ ആർമിയും സല്യൂട്ടും ഈ പ്രോട്ടോകോളും 300 വേലക്കാരും ഒക്കെ ആയിട്ട് വളർന്ന ഒരാള് ഒരു 80-90 ഇയേഴ്സിന് മുമ്പ് ആസ് എ കംപ്ലീറ്റ് നോബഡി, ആരോരും ഇല്ലാതെ തനിച്ചിങ്ങനെ ഒരു ചെറിയൊരു മുറിക്കകത്ത് കിടപ്പിൽ 20 വർഷം കട്ടിൽ കിടന്ന് മരിച്ച ആരും അറിയാതാണ് പോയത്. സോ ഐ തോട്ട് ദാറ്റ് വാസ് എ ഫാസിനേറ്റിംഗ് ആർക്ക്, ദ ഗ്രേസ് വിത്ത് വിച്ച് ഷീ ക്യാരിഡ് ഹെർസെൽഫ്. അത് തന്നെ. സോ ദാറ്റ്സ് വൈ ഇറ്റ് ടുക്ക് മീ 6 years to write the book. കാരണം ഇത് വെൻ യു വർക്കിംഗ് ഓൺ എ ബയോഗ്രഫി, ഒബ്വിയസ്ലി യു ആർ ട്രൈങ് ടു ഓൾവേസ് ഗെറ്റ് ഇൻ ടു ദ മൈൻഡ് ഓഫ് ദ പേഴ്സൺ. ആൻഡ് ദിസ് ഈസ്, ഇവരൊരു റിസർവ്ഡ് സ്ത്രീ ആയിരുന്നു. പേഴ്സണലായിട്ട് ഒന്നും പേപ്പേഴ്സ് ഇട്ടിട്ടില്ല. കുറേ ഒഫീഷ്യൽ ഡോക്യുമെന്റ്സും ലെറ്റേഴ്സും ഉണ്ട്. പക്ഷെ അവരുടെ മനസ്സിൽ കൂടെ എന്താണ് പോയത്, എന്താണ് തോന്നിയത്, അതിന്റെ കുറച്ച് മെറ്റീരിയലേ ഉള്ളൂ നമ്മുടെ കയ്യിൽ. And on top of that, she was not a very demonstrative person. But സ്വന്തം മകളാണ് ആദ്യമായിട്ട് കൊട്ടാരം വിട്ട് ഇറങ്ങിയത്. And it's a fascinating story. 1949 ഇൻഡിപെൻഡൻസ് കഴിഞ്ഞ് ഇന്റഗ്രേഷൻ ഓഫ് ദ സ്റ്റേറ്റ്സ്, തിരുവിതാംകൂർ ഇല്ലാതായി കേരളത്തുമായിട്ട് മെർജ് ചെയ്തു. ഒരു സ്റ്റേറ്റ് 1956 ഉണ്ടാക്കി. അപ്പൊ ആ സമയത്ത് മഹാറാണിയുടെ ഡോട്ടർ ഷീ സെഡ് ഐ എം ഫെഡ് അപ്പ് ഓഫ് ലിവിംഗ് ഇൻ ദിസ് പാലസ്. എന്ത് ചെയ്യണമെങ്കിലും, ഒരു സിനിമ കാണാൻ പോകണമെങ്കിൽ ഒരു 10-50 വേലക്കാർ വരും, ഒരു മാനേജറിന്റെ വഴി പോകണം, എവിടെ ഇറങ്ങണമെങ്കിലും, കുട്ടികൾക്ക് എവിടെങ്കിലും ഇറങ്ങണമെങ്കിലും ഒരു ഗാർഡ്സും സോൾജേഴ്സും ഇതിങ്ങനെ പോകണം, ഒരു പ്രൈവസി ഒന്നും ഇല്ലാത്ത ഒരു ജീവിതം. സോ ദ ഡോട്ടർ വാസ് എ സോഷ്യലിസ്റ്റ്, ഐറോണിക്കലി ഇനഫ്. അപ്പൊ ഡോട്ടർ സൈഡ് എനിക്ക് ഈ കൊട്ടാരത്തിലെ ജീവിതം മതിയായി. ഷീ വെന്റ് ഓഫ് ടു ബാംഗ്ലൂർ. അവിടെ ഒരു വീട് വാങ്ങിച്ച്, അവിടെ ഒരു 5-6 മുറിയുള്ള ഒരു വീട് വാങ്ങിച്ച് അതിനകത്തോട്ട് ഈ കൊച്ചു തമ്പരാട്ടീസുമായിട്ട് ഷീ മൂവ്. ഷീ സ്റ്റാർട്ടഡ് ഡ്രൈവിംഗ് ഹർ ഓൺ കാർ, കുക്കിംഗ് ഇൻ ഹർ ഓൺ കിച്ചൺ. ആൻഡ് ദിസ് വാസ് എ വുമൻ ഹു ദ ഫസ്റ്റ് ടൈം ഷീ വെന്റ് ടു ബാംഗ്ലൂർ. അവർ മാർക്കറ്റിൽ പോയിട്ട് കുട്ടികളോട് വന്നിട്ട് പറഞ്ഞു, ഐ സോ മൈ ഫസ്റ്റ് ബ്രിഞ്ചൽ ടുഡേ. കാരണം അടുക്കളയിലൊന്നും ഇതിനു മുമ്പ് കയറിയിട്ടില്ല. ബട്ട് ഷീ വാണ്ടഡ് ടു ബിക്കം സംബഡി. സോ ഹർ നെയിം വാസ് ഉത്തരം തിരുനാൾ ലളിതാംബ ബായ്. ആൻഡ് ഷീ ബിക്കേം മിസ്സസ് ലളിത വർമ്മ ബിക്കോസ് ഷീ ഡിഡ്ന്റ് വാണ്ട് ടു ബി നോൺ ആസ് റോയൽറ്റി. കുട്ടികളെയൊക്കെ പബ്ലിക് സ്കൂളിൽ ഇട്ടു ബിക്കോസ് ഷീ ഡിഡ്ന്റ് വാണ്ട്. അന്നൊക്കെ ട്യൂട്ടേഴ്സ് ഒക്കെ ഉണ്ട്. ട്യൂട്ടേഴ്സിനെയും ഈ ഇംഗ്ലീഷ് ഗവർണൻസസിനെയൊക്കെ പറഞ്ഞു വിട്ടിട്ട് പബ്ലിക് സ്കൂളിൽ ഇട്ടു. And the thing with this Maharani, the Amma, is that she never objected to any of these changes. It was almost like she knew deep inside that change is a fact of life. That is, for anybody, you have to go through ups and downs, and life is backwards and reversals and forwards and various steps. Angane oru linear narrative aayittu life orikkalum povilla. In her case, it was a dramatic rise and a dramatic fall. And what is fascinating is the way in which she accepted, and there's no explanation for it. I have not found at the end of all this any way to explain how she was able to live up and bear with such fortitude all these changes and all these fairly traumatic changes in her life. കാരണം കുറെ കൊട്ടാരത്തിൽ തന്നെ കുറെ ആൾക്കാർ ശല്യം ചെയ്യുണ്ടായി, കുറെ ഹറാസ്മെന്റ് ഉണ്ടായിരുന്നു. ബിക്കോസ് ആസ് ഐ സെഡ്, ബ്രാഹ്മണരെയും നായന്മാരെ അല്ല അവർ സപ്പോർട്ട് ചെയ്തത്. അവർ താഴ്ജാതിക്കാരെയും ക്രിസ്ത്യൻസിനെയും പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് ബാക്ക്ലാഷും ഒരുപാട് അവരെ കോർണർ ചെയ്ത് അവരുടെ സ്ഥാനങ്ങളൊക്കെ കുറച്ച് അവരുടെ പ്രോപ്പർട്ടിയൊക്കെ എടുത്ത് at one point her own nephew രാജാവ് കൊട്ടാരത്തിലേക്കുള്ള വെജിറ്റബിൾസും അരിയും സാധനങ്ങളും വരെ നിർത്തി. And she was reduced to sending telegrams to the viceroy in Delhi saying I have nothing in my palace. പൈസ ഇല്ല, കാശ് എടുക്കാൻ ട്രഷറി പോകുമ്പം ആർമിയെ സോൾജേഴ്സിനെ കൊണ്ട് അവരെ തടയുകയാണ്, അവരുടെ ആൾക്കാരെ. പിന്നെ അവർക്ക് കാശില്ല, അരിയും സാധനങ്ങളും ഇല്ല, ഉപ്പില്ല, ഒന്നുമില്ല. And this is a palace. 300 വേലക്കാരുണ്ട്, പക്ഷെ no freedom. She's like she's living in a cage. So I think that experience then informed her decision to leave. Because having seen what a high life means, she was happiest in Bangalore. She remarked to somebody that my happiest years were in Bangalore because she had lived as a queen. Namakokke oru queen ennokke parna edand oru distant idea aanu, but she was a queen. So for her, a peaceful, quiet life with a book in her hand was the idea of perfection in life. That's